നീറ്റ് യു.ജി. പരീക്ഷ വിവിധ സംസ്ഥാനങ്ങളിലായി ഒന്നിലധികം ഘട്ടങ്ങളിൽ നടത്തണമെന്ന് ശുപാർശ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി പരീക്ഷ നടത്തുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് പാർലമെന്ററി കാര്യ വിദ്യാഭ്യാസ സമിതിയുടെ ശുപാർശ. അടുത്ത വർഷം മുതൽ പരീക്ഷ ഓൺലൈൻ രീതിയിലേക്ക് മാറ്റുന്നതിലും ആശങ്കയും സമിതി വ്യക്തമാക്കുന്നു. ഒറ്റ ദിവസം പരീക്ഷ നടത്തുന്നത് വലിയ ക്രമീകരണ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായി പരീക്ഷ നടത്താമെന്ന് മുകുൾ വാസ്നിക് അധ്യക്ഷനായ സമിതി ശുപാർശ നൽകിയത്. യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെയും NTA-യിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മത്സര പരീക്ഷകൾ സുരക്ഷിതമായും സ്വതന്ത്രമായും നടത്തുന്നതിന് NTA-ക്ക് നിയമപരമായ പദവി നൽകണമെന്നും സമിതി നിർദ്ദേശിച്ചു. നീറ്റ് പുനഃപരീക്ഷയുടെ ക്രമീകരണങ്ങളും പുതിയ പരിഷ്കാരങ്ങളും പാർലമെന്റ് കാര്യ സമിതി വിലയിരുത്തി. UPSC നടത്തുന്ന ചില പരീക്ഷകൾക്ക് സമാനമായി ഒന്നിലധികം ഘട്ടങ്ങളായി പരീക്ഷ നടത്തുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാകുമെന്നും സമിതി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. MBBS, ആയുഷ്, നഴ്സിംഗ് എന്നീ കോഴ്സുകൾക്ക് പ്രത്യേക പ്രവേശന പരീക്ഷകൾ നടത്തുന്നത് പരീക്ഷയ്ക്ക് ഹാജരാകുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സഹായകരമാകുമെന്ന് സമിതി അംഗങ്ങൾ ശുപാർശ ചെയ്തു. എന്നാൽ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുന്നതിനാൽ ശുപാർശ അപ്രായോഗികമെന്നായിരുന്നു NTA-യുടെ പ്രതികരണം. അതേസമയം ഘട്ടം ഘട്ടമായി നീറ്റ് പരീക്ഷ ഓൺലൈനാക്കി മാറ്റണമെന്ന പാർലമെന്റ് കാര്യ സ്റ്റാൻഡിംഗ് സമിതിക്ക് മുമ്പിൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ശുപാർശ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുമായുള്ള ആശയവിനിമയത്തിന് വാട്സപ്പ് ചാനൽ ശക്തമാക്കണം, ചോദ്യപേപ്പർ അച്ചടി നിരീക്ഷിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.